1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് തിരിച്ചടി എന്നോണം ഖലിസ്ഥാൻ വിഘടനവാദികൾ 1988 അമൃത്സറിലെ സുവർണ ക്ഷേത്രം വീണ്ടും പിടിച്ചെടുക്കുന്നു. ക്ഷേത്രം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ രൂപീകരിക്കുകയും അവിടേക്ക് ഒരു ചാരനെ നിയമിക്കുകയും ചെയ്യുന്നു. ആ ചാരൻ വിഘടനവാദികൾക്കിടയിൽ ചെന്ന് അവരോടൊപ്പം ചേർന്ന് അവരുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തുകയും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുകയും ചെയ്യുന്നു. ആരാണ് അയാൾ? ദ റിയൽ ജെയിംസ് ബോണ്ട്. 1945 ഉത്തരാഖണ്ഡിൽ ജനനം. 1967 അതായത് തന്റെ പ്രാഥമിക പഠനങ്ങൾക്കെല്ലാം ശേഷം തന്റെ 22-ാം വയസ്സിൽ തന്നെ UPSC എക്സാം ക്രാക്ക് ചെയ്തു. 1968 കേരള കേഡർ IPS കോട്ടയം ASP ആയി നിയമിതനാകുന്നു. 88 41 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും 200 തീവ്രവാദികൾ പിടിയിലാകുകയും ചെയ്ത ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ സുപ്രധാന പങ്ക്. 99 കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ തീവ്രവാദികൾ ആവശ്യപ്പെട്ട 41 തീവ്രവാദികളുടെ മോചനത്തെ 3 തീവ്രവാദികളിലേക്ക് ചുരുക്കിയ വ്യക്തി. 2014 അതായത് മോദിയുടെ ഭരണ കാലഘട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനാകുന്നു. ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ സൂത്രധാരി. ഇത്രയും നേരം പറഞ്ഞത് മറ്റാരെയും കുറിച്ചല്ല, ദ ജെയിംസ് ബോണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്റ്റർ അജിത് കുമാർ ഡോവൽ IPS.